السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. ما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാനരായ പണ്ഡിതന്മാരെ, അശ്ശമാഇലുൽ മുഹമ്മദിയ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള പഠന ക്ലാസിൻ്റെ പ്രഥമ പാർട്ട്, ഒന്നാമത്തെ പാർട്ടാണ് ആരംഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൃഷ്ടിപരമായ പ്രകൃതിയുള്ള സ്വഭാവങ്ങളെ സംബന്ധിച്ചും മറ്റു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹിമകളെ സംബന്ധിച്ചും മറ്റു റസൂലുള്ളാഹിൻ്റെ ജീവിത രീതികളിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ വിശദീകരണങ്ങളുമാണ് ശമാഇലു മുഹമ്മദിയ എന്നതിൽ അടങ്ങിയിട്ടുള്ളത്. ഷിമാല്, ഷമീലത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ശമാഇൽ. പ്രകൃതിയുള്ള സ്വഭാവങ്ങൾ, നല്ല ഗുണങ്ങൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമായി പറയപ്പെടുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവങ്ങളെ സംബന്ധിച്ചും അവിടുത്തെ ഖൽഖിയും ഖുലുഖിയുമായ സിഫത്തുകളെ സംബന്ധിച്ചും ഒക്കെയാണ് ഈ ശമാഇലു മുഹമ്മദിയ കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. ഇമാം തുർമുദി റഹ്മത്തുള്ളാഹിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അശ്ശമാഇലുൽ മുഹമ്മദിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽഖിയും ഖുലുഖിയുമായ വിശേഷണങ്ങളെ 56 ബാബുകളിലായി ഈ ഗ്രന്ഥത്തിൽ അനാവരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓരോ ബാബുകൾ പരമാവധി കഴിയുന്ന വിധം വിശദമായിട്ട് തന്നെ പ്രതിപാദിക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് സർവസ്തുതിയും അള്ളാഹു തആലാക്കാണ്. വസ്സലാമുൻ, അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള മഹത്തായ സലാം, രക്ഷ. അലാ ഇബാദിഹില്ലദീന ഇസ്തഫ, അള്ളാഹുവിൻ്റെ അവൻ തെരഞ്ഞെടുത്ത അടിമകളുടെ മേലുണ്ടാവട്ടെ. ഇവിടെ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ എന്ന് പറഞ്ഞപ്പോൾ സാധാരണ സലാം പറയുമ്പോൾ സ്വലാത്തും കൂടി പറയണം. സ്വലാത്ത് പറയുമ്പോൾ സലാമും പറയണം. രണ്ടും ഒന്നിച്ചല്ലാതെ ഒന്നിനെ മറ്റൊന്നിനെ തൊട്ട് തനിപ്പിച്ചു പറയൽ കറാഹത്താണ് എന്ന് ഇമാമുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹിയെ ഉദ്ധരിച്ചുകൊണ്ട് തുഹ്ഫയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി സ്വലാത്ത് പറയാതെ സലാമുൻ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. വഅ്തുരിള അലൽ മുസന്നിഫി ബി അന്നഹു അഫ്റദ സലാമ അനി സ്വലാത്തി വഹുവ മക്റൂഹുൻ കഅക്സിഹി. ഇവിടെ മുസന്നിഫ് സ്വലാത്തിനെ തൊട്ട് സലാമിനെ തനിപ്പിച്ചു. അത് കറാഹത്താണല്ലോ. അതിൻ്റെ വിപരീതവും സ്വലാത്ത് പറയുമ്പോൾ സലാം പറയാതിരിക്കൽ കറാഹത്തായതുപോലെ.
فالأسلم أن يجاب بأن المصنف ممن لم يثبت عنده كراهة الإفراد. ഇവിടെ ഏറ്റവും നല്ല മറുപടി ഇമാം തുർമദി റഹ്മഹുള്ള ഇങ്ങനെ സലാമിനെ സ്വലാത്തിനെ തൊട്ടോ സ്വലാത്തിനെ സലാമിനെ തൊട്ടോ തനിപ്പിക്കൽ കറാഹത്താണെന്ന വിഷയം സ്ഥിരപ്പെടാത്ത ആ ഇമാമുകളിൽ പെട്ടവരാണ് ഇമാം തുർമുദി എന്നു മറുപടി പറയലാണ് ഏറ്റവും നല്ല മറുപടി. ബഹുമാനപ്പെട്ട വഖദ് കാല ഖാത്തിമത്തുൽ ഹുഫാദി ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ പറയുന്നു, ലം അഖിഫു അലാ ദലീലിൻ യഖ്തദിൽ കറാഹത്താണെന്ന് തേടുന്ന ദലീലിന്റെ മേൽ ഞാൻ നിന്നിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് താനും. പിന്നെ ഈ തനിപ്പിക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞത് ഇന്നമാ യതഹഖഖു ഇദാ ലം യജ്മഉഹുമാ മജ്ലിസുൻ ഔ കിതാബുൻ കമാ ഹഖഖഹു ബഅദുൽ അയിമ്മത്തി. ചില ഇമാമുകൾ തഹഖീഖാക്കിയതു പ്രകാരം ഈ കറാഹത്താണെന്ന വിഷയം, തനിപ്പിക്കൽ കറാഹത്താണെന്നത് അത് സ്ഥിരപ്പെടുക ഒരു സദസ്സോ ഒരു കിതാബോ ഈ സ്വലാത്തിനെയും സലാമിനെയും ഒരുമിച്ച് കൂട്ടാത്തിടത്താണ്. അപ്പോൾ ഒരു സദസ്സിൻ്റെ തുടക്കത്തിൽ സ്വലാത്ത് പറഞ്ഞു, അവസാനമായിട്ട് സലാമും പറഞ്ഞു, എന്നാൽ തനിപ്പിച്ചു എന്ന് പറയാൻ വയ്യ. ഒരു കിതാബിൻ്റെ ഒരു ഭാഗത്ത് സലാം മാത്രം പറഞ്ഞു, പിന്നെ മറ്റൊരു സ്ഥലത്ത് സ്വലാത്ത് പറഞ്ഞു, എന്നാലും സലാമിനെ സ്വലാത്തിനെ തൊട്ട് തനിപ്പിച്ചു എന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ ഒന്നും ഇല്ലാത്തപ്പോഴാണ് ഇഫ്രാദ് തനിപ്പിക്കൽ എന്നുള്ളത് സ്ഥിരപ്പെടുക എന്ന് പല ഇമാമുകളും പറഞ്ഞിട്ടുണ്ട്. വൽ മുസന്നിഫു ഖദ് സയ്യന കിതാബഹു ബി തക്റാരി സ്വലാത്തി വസ്സലാമി കുല്ലമാ ദക്കറ ഖൈറൽ അനാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഈ ഗ്രന്ഥത്തിൽ പറയുമ്പോഴൊക്കെ ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റഹ്മഹുള്ള അവിടെയൊക്കെ സ്വലാത്ത് സലാമിനെ ആവർത്തിച്ചുകൊണ്ട് തൻ്റെ കിതാബിനെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ സലാം മാത്രമാണെങ്കിലും ശേഷം സ്വലാത്തും സലാമും എല്ലാം ധാരാളമായി പറഞ്ഞതുകൊണ്ട് സലാമിനെ സ്വലാത്തിനെ തൊട്ട് തനിപ്പിച്ചു എന്ന് പറഞ്ഞുകൂടാ. ഇപ്രകാരം ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ബാജൂരി പേജ് 5. قال الشيخ الحافظ أبو عيسى محمد بن عيسى بن ثورة الترمذي എന്നവർ പറഞ്ഞു, അശ്ശൈഖ് എന്ന് പറഞ്ഞാൽ അസ്ല് മന്ദാന ഫിസ്സിന്നി എന്നാണ്, വയസ്സായ ആൾക്ക് പറയുന്നതാണ് ഷെയ്ഖ്, വയസ്സിൽ പ്രവേശിച്ചവർ. സുമ്മ അബ്ബറു ബിഹി അൻ കുല്ലി ഉസ്താദിൻ കാമിലിൻ വലൗ കാന ശാബൻ. ഇവിടെ ഷെയ്ഖ് എന്ന് സാധാരണയിൽ അയിമത്ത് ഇബാറത്തിട്ട് പറയല് ഒരു പൂർണ്ണമായ ഉസ്താദിനെ സംബന്ധിച്ചാണ്. അത് യുവാവാണെങ്കിലും പൂർണ്ണവാനായ ഒരു ഉസ്താദാവുമ്പോൾ ആ ഉസ്താദിനെ സംബന്ധിച്ച് ഷെയ്ഖ് എന്ന് പറയും. പിന്നെ അൽ ഹാഫിദു എന്ന് പറഞ്ഞാൽ ഇത് ഹുവ അഹദു മറാത്തിബി ഖംസത്തിൻ ലി അഹ്ലിൽ ഹദീസ്. ഹദീസിന്റെ ആളുകൾക്കുള്ള 5 സ്ഥാനങ്ങളിൽ ഒരു സ്ഥാനമാണ് അൽ ഹാഫിദ്. അൽ ഹാഫിദ് എന്ന് പറഞ്ഞാൽ വഹുവ മൻ ഹാഫിദ മിഅത അൽഫി ഹദീസിൻ മത്നം വഇസ്നാദ. 1,00,000 ഹദീസ് മത്തിനും ഇസ്നാദും അടക്കം മനഃപ്പാഠമുള്ള ആളാണ് ഹാഫിദ് എന്ന് ഹദീസിന്റെ ഇസ്തിലാഹിൽ പറയാറുള്ളത്. വേറെ 4 മർത്തബയും കൂടി ഉണ്ട്. ഒന്നാമത്തെ ബാബ് ബാബു മാ ജാഅ ഫീ ഖൽഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഖൽഖിൽ വന്ന ഹദീസിനെ സംബന്ധിച്ച്. ഖൽഖ് ബി ഫത്ഹിൽ ഖാഇ,
ഖാഇന് ഫതഹ് കൊണ്ട് ഐ സൂറത്തിഹി വ ശക്ലിഹി, റസൂലുള്ളാഹിന്റെ രൂപം, ആകൃതി ഇവയെ സംബന്ധിച്ചാണ് ഈ ബാബിൽ പറയുന്നത്. ജംഉൽ വസാഇൽ 1-ാം വോള്യം 7-ാമത്തെ പേജ്. അതുപോലെ ബാജൂരി പേജ് 6. ഈ ബാബിൽ 15 ഹദീസുകളാണ് ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുള്ളത്. അതിലെ 1-ാമത്തെ ഹദീസ് ഹദ്ദസന അബൂ റജാഇൻ ഖുതൈബത്തു ബിനു സഈദിൻ അൻ മാലിക് ബിൻ അനസ് അൻ റബീഅത ബിൻ അബി അബ്ദുറഹ്മാൻ അൻ അനസ് ബിൻ മാലിക് എന്നവരെ തൊട്ട് അന്നഹു ഈ റബീഅത്ത് അബി അബ്ദുറഹ്മാൻ എന്നവര് സമിഅഹു ഈ അനസ് ബിൻ മാലിക് എന്നവരെ കേട്ടു. യഖൂലു ഈ അനസ് എന്നവർ തന്നെ പറയുന്ന അവസ്ഥയിൽ എന്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ബിത്തവീലിൽ ബായിനി വലാ ബിൽ ഖസീരി വലാ ബിൽ അബിയദിൽ അംഹഖി വലാ ബിൽ ആദമി വലാ ബിൽ ജഅദിൽ ഖത്തത്തി വലാ ബിസ് സബ്തി ബഅസഹുല്ലാഹു തആല അലാ റഅസി 40 സന فأقام بمكة 10 سنين وبالمدينة 10 سنين وتوفاه الله تعالى على رأس 60 سنة وليس في رأسه ولحيته 20 شعرة بيضاء. ഇതാണ് 1-ാമത്തെ ഹദീസ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയായിരുന്നു ലൈസ ബിത്തവീലിൽ ബായിനി, റസൂലുള്ള നീളമുള്ളവരല്ല. എങ്ങനെയുള്ള നീളം? അൽ ബായിനി, ബായിനി എന്ന് പറഞ്ഞ അൽ മുഫിരിത്തി ഫിത്തൂലി, നീളത്തിൽ അതിര് കവിഞ്ഞവർ. അപ്പൊ റസൂലുള്ള അതിര് കവിഞ്ഞ നീളമുള്ളവർ അല്ല. ബായിന് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ബാന യബീനു ബയാനൻ എന്നതിൽ നിന്ന് പോന്നതാണ് ബായിന്. ഇതാ ലഹറ, ലഹറ എന്ന അർത്ഥം വരുമ്പോ വ അലൈഹി ഇതനുസരിച്ചുകൊണ്ട് ബായിൻ എന്നുള്ളത് ഫഹുവ ബിമഅന ളാഹിരി തൂലുഹു, ആ റസൂലുള്ളാഹിന്റെ നീളം പ്രകടമായിട്ടുണ്ട് എന്നർത്ഥം വരും. അങ്ങനെ പ്രകടമായ നീളം, അതാണ് അതിരിൽ കവിഞ്ഞ നീളം ഉള്ളവരല്ല. അതല്ലെങ്കിൽ ബാന യബൂന് ബൗനൻ എന്നതിൽ നിന്ന് പോന്ന ബായിന് ആവാം. അപ്പൊ ഇതാ ബഅുദ, ബഅുദ എന്നാണ്. അപ്പോ ബാന യബൂന് ആവുമ്പോ അർത്ഥം വിദൂരമാവുക. വഅലൈഹി ഫഹുവ ബിമഅനൽ ബഈദി അൻ ഹദ്ദിൽ ഇഅ്തിദാലി, മധ്യനിലയുടെ പരിധിയെ വിട്ട് അകലെയായ. അപ്പൊ റസൂലുള്ള നീളമുള്ളവരല്ല. എങ്ങനെയുള്ള നീളം? മധ്യനിലയുടെ പരിധിയെയും വിട്ട് അകലെയുള്ള നീളമുള്ളവരല്ല. ഇനി വയസിഹു അൻ യകൂന മിനൽ ബൈനി, ബൈനിൽ നിന്ന് പിടിക്കപ്പെട്ടതുമാകാം ബായിന്. വഹുവൽ ഖത്ഉ എന്നാണ്, മുറിക്കൽ എന്ന അർത്ഥാണ് ബൈനിന്റെ അർത്ഥം. ലി അന്ന മൻ റഅ ഫാഹിഷത്തൂലി, ഗുരുതരമായ നീളമുള്ളവനെ ഒരാൾ കണ്ടാൽ, തസവ്വറ ഈ കണ്ടവൻ കോലപ്പെടുത്തും, അന്ന കുല്ലം മിൻ അഅ്ളാഇഹി മുബാനുൻ അനിൽ ആഖിരി, ആ വ്യക്തിയുടെ അവയവങ്ങളിൽ നിന്ന് ഓരോന്നും മറ്റതിനെ തൊട്ട് വേർപിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇവന്റെ മനസ്സിൽ ഇങ്ങനെ കോലം വരും. ആ രൂപത്തില് ആണ് ഈ നീളം കൂടുതലാവുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് തോന്നുക. അപ്പോ ആ അർത്ഥത്തിലുള്ള
ബൈനിൽ നിന്ന് പിടിക്കപ്പെട്ട ബായിന് ആവാം ഇവിടെ. ചുരുക്കത്തിൽ അല്ലാഹിരി തൂലുഹു എന്ന് റസൂലുള്ള ലാ മുഫിരിത്തുൻ തൂലൻ അല്ലദി ബഅദ അൻ ഹദ്ദിൽ ഇഅ്തിദാലി, മധ്യനിലയുടെ പരിധിയെ വിട്ട് അകലെയുള്ള അമിതമായ നീളം ഉള്ളവരല്ല റസൂലുള്ള. ഇതാണ് ലൈസ ബിത്തവീലിൽ ബാഇനി എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. ബാജൂരി പേജ് 11, മുനാവി അതുപോലെ തന്നെ ജമ്മുൽ വസായിലി, ഇതൊക്കെ 1-ാം വാള്യം 11-ാമത്തെ പേജ്. വലാബിൽ ഖസീരി, റസൂലുള്ള അതിരുകവിഞ്ഞ നീളമുള്ളവരല്ല. വലാബിൽ ഖസീരി എന്ന കുറിയവരും അല്ല. വൽമാന, അപ്പൊ അർത്ഥം എന്താ? അന്നഹു കാന മുതവസ്സിതൻ ബൈന തൂലി വൽ ഖസ്രി, നീളത്തിന്റെയും കുറിയതാവലിന്റെയും ഇടയിൽ ഉള്ള ഒരു മധ്യനിലയിലുള്ളവരായിരുന്നു. ലാ സായിദത്ത തൂലി വലൽ ഖസ്രി, നീളം വല്ലാതെ അധികമായവരോ എന്നാൽ വല്ലാതെ കുറിയവരോ അല്ല. ഇതാണ് റസൂലുള്ളാഹിന്റെ ഈ വലാബിൽ ഖസീരി, ലൈസ ബിത്തബീലിൽ ബാഇനി വലാബിൽ ഖസീരി എന്ന് പറഞ്ഞാലുള്ളതിന്റെ ഉദ്ദേശം. വഫീ നഫീ അസ്ലിൽ ഖസ്രി വനഫീ തൂലിൽ ബാഇനി, ഇവിടെ ഹദീസിൽ ലൈസ ബിത്തബീലിൽ ബാഇനി, തവീലിന് ബായിന് എന്ന ഒരു വിശേഷണം കൊടുത്തു, അതിരു കവിഞ്ഞ നീളം. ഖസീറ് എന്ന് പറഞ്ഞപ്പോ, കുറിയവർ എന്ന് പറഞ്ഞപ്പോ അവിടെ അങ്ങനെ ബായിന് എന്ന ഒരു വിശേഷണം കൊടുത്തില്ല. അപ്പൊ ഖസർ എന്നുള്ളിടത്ത് അസല് അടിസ്ഥാനപരമായിട്ട് തന്നെ ആൾ കുറിയവരാണ് എന്നതില്ല. നീളം എന്ന് പറഞ്ഞപ്പോ അവിടെ അതിര് കവിഞ്ഞത് എന്ന് അവിടെ ഒരു വിശേഷം വേറെ കൊടുക്കുകയും ചെയ്തു. അല്ലാതെ നീളമില്ലാന്നല്ല പറഞ്ഞത്, അധികം നീളമില്ലാന്നാ പറഞ്ഞത്. മറ്റോടത്ത് അധികം കുറിയവർ എന്ന അർത്ഥത്തിലല്ല, കുറിയവരല്ല എന്നാ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞതിലുണ്ട് ഇഷ്ആറും ബി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന മർബൂഅ, അറിയിക്കലുണ്ട് റസൂലുള്ളാഹിന്റെ നീളത്തിന്റെ വിഷയത്തിൽ പറയുമ്പോൾ റസൂലുള്ള കാന മർബൂഅൻ, റസൂലുള്ള ഒരു മർബൂ ആയിരുന്നു. മർബൂ എന്ന് പറഞ്ഞാൽ നീളം കൂടുതലോ കുറവോ ഇല്ലാത്ത ഒത്ത ആളായിരുന്നു. എന്നാൽ മായിലൻ ഇല തൂലി, നീളത്തിലേക്കാണ് ചാഞ്ഞിട്ടുള്ളത്. വന്നഹു കാന ഇല തൂലി അഖറബ, നീളത്തിലേക്കാണ് കൂടുതൽ അടുത്തത്. അല്ലാതെ ആള് കുറിയവരാകുക എന്നുള്ളതിലേക്കല്ല അടുത്തത്. എന്നാലും നീളം എന്ന ആ അവസ്ഥ വിശേഷണത്തിലേക്കാണ് റസൂലുള്ള അടുത്തു നിൽക്കുന്നത്. കമാ റവാഹുൽ ബൈഹഖിയു, ഇമാം ബൈഹഖിയാണ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോ വേറെ ചില റിവായത്തിൽ റസൂലുള്ള റബഅത്തായിരുന്നു എന്നുണ്ട്, റബഅത്തുൽ ഖാമത്ത്, ഒത്ത ആള്. അപ്പൊ ഈ ഒത്ത ആള് എന്ന് പറയുമ്പോ അതും ഈ പദം തമ്മിൽ വൈരുദ്ധ്യം ഇല്ല. വലാ യുനാഫീഹി വസ്ഫുൽ ആതി ബിഅന്നഹു റബഅത്തുൻ ലിഅന്നഹ അംറുൻ നിസബിയ്യുൻ, റബഅത്ത് എന്നുള്ളത് ഒരു നിസബിയായ കാര്യമാണ്, മറ്റുള്ളതിലേക്ക് ചേർത്തി പറയുന്ന ഒരു കാര്യമാണ്. ഇമാം ബറ എന്നവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാന റബഅത്തൻ എന്ന് കൊടുത്തിട്ടുണ്ട്. വഹുവ ഇല തൂലി അഖറബു, റബഅത്ത് എന്ന് പറയുമ്പോൾ നീളം എന്ന ആ ഒരു വിശേഷണത്തിലേക്കാണ് റസൂലുള്ളാഹി അടുത്ത് നിൽക്കുന്നത്. ഇനി വേറെയും ഹദീസുകളുണ്ട്. വഖദ് വറദ ഇൻദൽ ബൈഹഖി വഇബ്നു അസാകിർ, ഇമാം ബൈഹഖി അതുപോലെ തന്നെ ഇബ്നു അസാകിർ എന്നവരൊക്കെ ഉദ്ധരിച്ച ഒരു ഹദീസ്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യുമാശിഹി അഹദുൻ മിനൻ നാസി ഇല്ലാ ഖാലഹു, റസൂലുള്ളാഹിനോട് കൂടെ ജനങ്ങളിൽ നിന്ന് ആരും നടക്കൂല ഇല്ലാ ഖാലഹു, റസൂലുള്ള ആ ആൾക്ക് മേലെ നീളമായിട്ടല്ലാതെ. അപ്പൊ ഏതൊരാളെ കൂടെ റസൂൽ നടക്കുമ്പോഴും ആ ആളുടെ
മേലെയായിട്ടാണ് റസൂലുള്ളാന്റെ നീളം. വല റുബ്ബമാക്കി തന്നെ റജുലാനി തബീലാനി, ചിലപ്പോ റസൂലുള്ളാനെ നീളമുള്ള രണ്ടാളുകൾ വലയം ചെയ്യും, നല്ല നീളമുള്ള ആൾക്കാർ. ആ സമയത്ത് ഫയതൂലുഹുമ, റസൂലുള്ള ആ രണ്ട് നീളമുള്ള ആൾക്കാരെ കാണെ നീളമുള്ളവരായിരിക്കും. ഫഇദാ ഫാറഖാഹു, ഇനി ആ രണ്ടുപേർ റസൂലുള്ളാഹിയുമായിട്ട് വിട്ടുപിരിഞ്ഞു പോയാലോ, നുസിബ ഇല റബ്അത്തി, അപ്പൊ റസൂലുള്ളാഹിനെ ഒരു ഒത്ത ആളിലേക്കാണ് ചേർത്തപ്പെടുക. അപ്പോ ഫയതൂലുഹുമ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നീളമുള്ള ആളുകളുടെ ഇടയിൽ റസൂലുള്ള വരുമ്പോ അവരെക്കാണ് റസൂലുള്ള ഉയരത്തിലാ കാണുക. അതിന് കാരണം ലി അല്ലാ യതതാവല അലൈഹി അഹദുൻ സൂറത്തൻ, റസൂലുള്ളാന്റെ രൂപത്തിൽ തന്നെ റസൂലുള്ളാന്റെ മേൽ ഒരാളും പൊങ്ങച്ചം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ അള്ളാഹു ആ രീതിയിൽ റസൂലുള്ളാനെ ആക്കിയിട്ടുള്ളത്. കമാലാ യതതാവലു അലൈഹി അഹദുൻ മഅന, ഒരാളും റസൂലുള്ളാനെ മറ്റു വിശേഷണങ്ങളിൽ മഅൻ എന്ന് പറഞ്ഞാല് രൂപത്തിലല്ല, റസൂലുള്ളാന്റെ മറ്റു അള്ളാഹു നൽകിയ ആ പ്രത്യേകമായ പദവികൾ വെച്ച് നോക്കുമ്പോൾ ഒരാളും റസൂലുള്ളാഹിനെക്കാണ് പൊങ്ങച്ചം കാണിക്കൂല എന്നതുപോലെ തന്നെ ഫഹാദിഹി മുഅ്ജിസത്തുൻ ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് റസൂലുള്ളാഹിന്റെ ഒരു മുഅ്ജിസത്താണ്. നീളമുള്ള ആൾക്കാരുടെ ഇടയിൽ റസൂലുള്ളാഹ് നിൽക്കുമ്പോ അവർ നല്ല നീളമുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ അവരെക്കാണ് റസൂലുള്ളാഹിന്റെ തല ഉയർന്നു കാണും. അവരാണ് വിട്ടു പിരിഞ്ഞു പോയാൽ പിന്നെ റസൂലുള്ളാഹിനെ നോക്കുമ്പോൾ ഒത്ത വലിപ്പേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ വഫീ ഖസാഇസ് ഇബ്നു സബ്ഇൻ കാന ഇദാ ജലസ യകൂനു കത്തിഫുഹു അഅലാ മിനൽ ജാലിസി, റസൂലുള്ള ഇരുന്നാൽ റസൂലുള്ളാഹിന്റെ പെരടി ഇരിക്കുന്നവനെക്കാണ് മേലെയായിരിക്കും. وقيل ولعل السر في ذلك أنه لا يتطاول عليه أحد صورة كما لا يتطاول عليه معنى, രൂപത്തിൽ റസൂലുള്ളാഹിന്റെ മേൽ ഒരാളും പൊങ്ങച്ചം കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അല്ലാഹു തആല ഈ ഒരു രൂപത്തിൽ റസൂലുള്ളാഹിനെ ആക്കിയതിന്റെ പിന്നിലുള്ള രഹസ്യം. അപ്പൊ റസൂലുള്ള ഒരു കൂട്ടത്തിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ ആ ഇരിക്കുന്ന ആൾക്കാരെ കാണൊക്കെ മേലെയായിട്ട് റസൂലുള്ളാഹിന്റെ പെരടി തല ഇങ്ങനെ പൊന്തിക്കാണും. ഇത് ബാജൂരി 11-ാമത്തെ പേജിലും ജംഉൽ വസാഇൽ 1:11 ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തന്റെ ഹംസിയ്യയുടെ ശറഹിൽ റസൂലുള്ളാഹിന്റെ തൂലിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വമാ തൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകാന റബ്അത്തൻ, റസൂലുള്ളാഹിന്റെ നീളം, റസൂലുള്ള ഒരു ഒത്ത ആളായിരുന്നു, അധികം നീളമുള്ളവരോ കുറിയവരോ അല്ലാത്ത ഒത്ത ആളായിരുന്നു. ലാക്കിന്നഹു ഇല തൂലി അഖറബു, പക്ഷെ റസൂലുള്ള ഒത്താളെന്ന് പറയുമ്പോൾ നീളത്തിലേക്കാണ് അടുത്തത്, കൂടുതൽ നീളാണ് വരിക, ഇങ്ങോട്ട് കുറിയവരാക എന്നുള്ള ആ അവസ്ഥയിലേക്കല്ല അടുത്ത് നിൽക്കുന്നത്. കമാ ജാഅത് ബിഹിൽ അഹാദീസുൽ കസീറത്തു, ധാരാളം ഹദീസുകൾ ഇത് സംബന്ധമായി വന്നിട്ടുണ്ട്. വഫീ ഹദീസിൻ മാ യുഫീദു അന്ന ഹാദാ, വേറെ ഹദീസിൽ വന്നിട്ടുണ്ട് ഈ പറഞ്ഞത് മാ യുഫീദു അന്ന ഹാദാ ഇൻ മശാ വഹ്ദഹു, റസൂലുള്ളാഹ് ഒരു ഒത്ത ആളാണ് എന്ന് പറഞ്ഞത് റസൂലുള്ളാഹ് ഒറ്റക്ക് നടക്കുമ്പോൾ, ഔ മാ ഖസീരിൻ, അതല്ലെങ്കിൽ ഒരു കുറിയ ആളോട് കൂടെ നടക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിനെ നോക്കുമ്പോൾ ഒരു ഒത്ത ആളായിട്ട് ഇങ്ങനെ കാണാം. ഇല്ല, അങ്ങനെയല്ല, റസൂലുള്ളാഹ് നീളമുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് നടക്കുന്നതെങ്കിലോ താല അലാമൻ മാഷാഹു, റസൂലുള്ളാഹ് ആരെ കൂടെയാണോ നടക്കുന്നത് അവനേക്കാണ് റസൂലുള്ളാഹ് നീളമുള്ളവരായിരിക്കും. വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുൻസബു ഇല തൂലി, അപ്പൊ റസൂലുള്ളാഹി തങ്ങളെ നീളത്തിലേക്കാണ് ചേർത്തപ്പെടുക, അല്ലാതെ കുറിയവർ എന്ന അവസ്ഥയിലേക്കല്ല. ബൽ ലവിക്തനഫഹു തവീലാനി ത്വാലഹുമാ,
റസൂലുള്ളാഹിനോട് നീളമുള്ള രണ്ടു പേർ ചുറ്റിയാൽ അവർക്ക് നീളമായ റസൂലുള്ളാഹി വരും, അവരെക്കാണ് നീളമുള്ളവരായിട്ട്. അവരെ വിട്ടുപിരിഞ്ഞാലോ റസൂലുള്ളാഹിനെ അവരെ വിട്ടുപിരിഞ്ഞാൽ മാറി നിന്നാൽ റസൂലുള്ളാഹിനെ ഒത്ത ആ ഒരു വലിപ്പത്തിലേക്ക് ചേർത്തപ്പെടുകയും ചെയ്യും. അപ്പൊ റസൂലുള്ളാഹി ഒത്ത ആളായിരിക്കും. മിനവുൽ മക്കിയയിലെ 281 പേജിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിനെ ഇമാം അബൂ നഈം എന്നവര് തന്റെ ദലായിലിന്റെ 2813 ഉദ്ധരിച്ചിട്ടുണ്ട്.